ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇപ്പം മഴയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. 3-4 ദിവസം കുറച്ച് മഴയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ട്. ഇടയ്ക്ക് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും മഴ തുടങ്ങി. നല്ലോണം ഭൂമിയൊക്കെ തണുത്തു കേട്ടോ. ഇപ്പോൾ ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫ്രൈഡ് റൈസും ഒരു ചിക്കനും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ചിക്കൻ ഉണ്ടാക്കുന്നത് മാത്രമേ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടുകാർ കുറച്ച് ആൾക്കാർ കൂടി ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഉരുളിയിൽ കുറച്ച് അധികം ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, ഇന്ന് ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചേട്ടത്തിനെത്തിമാർ അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ച് കൂടാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവരും ഒന്ന് ഒന്നിച്ച് കൂടുന്നത് നല്ല കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ ഉണ്ടാക്കുന്നു മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചു, ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 3-4 സവോള സ്ലൈസായിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, വഴറ്റി മഞ്ഞൾപ്പൊടിയും ചേർത്തു വഴറ്റി. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ട് ചതച്ചു കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തു. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് 2-3 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. മുളക് പൊടിയും ചേർത്ത് വീണ്ടും ആ പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്. ആ ഗരം മസാലപ്പൊടിയും കൂടിയും ഒരു 2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ സബോളയും മസാലപ്പൊടികളും എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു. അതിനുശേഷം അതിലേക്ക് 4 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി നല്ലപോലെ കഴുകി അത് അരച്ച് വെച്ചതാണ്. അത് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ മസാലയും സബോളയും തക്കാളിയും എല്ലാം കൂടി ഞാനിങ്ങനെയാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കാറ്. ഇപ്പം പലരും പല മാതിരിയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണം. അതുവരെ ഈ തക്കാളി ഒന്ന് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി ആ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ. അപ്പോൾ തക്കാളി മസാലയും കൂടി കിടന്നിട്ട് എല്ലാവർക്കും ഗ്രേവിയാണ് കൂടുതലും ഇഷ്ടം. ഗ്രേവിയുടെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളിയും സവോളയും മസാലയും എല്ലാം കൂടി ചേർന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ തക്കാളി. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ചെടുക്കണം. അതിൽ എണ്ണ തെളിയുന്നത് വരെ നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നിങ്ങളെ കാണിച്ചില്ല. ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് തൈര്, ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ എല്ലാം കൂടി പുരട്ടി വെച്ചിരുന്നതാണ് കേട്ടോ. 1 മണിക്കൂർ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പുറത്ത് ഫ്രൈഡ് റൈസിനുള്ള കാഷ്നട്ടൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊന്നും ഉണ്ടാക്കുന്നത് കാണിക്കണില്ല. അപ്പോൾ ചോറ് ബസ്മതി അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വിറകടുപ്പിലാണ് വെച്ചേക്കണത്. അപ്പോൾ കാഷ്നട്ടൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചോറൊക്കെ വെന്ത് കഴിയുമ്പോൾ എല്ലാം കൂടി ദമ്മിട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ്. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തു കേട്ടോ. മസാലയും ചിക്കനും നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുന്നുണ്ട്.
അതിനുശേഷം ഗ്യാസിൽ നിന്ന് ഞങ്ങൾ മാറ്റി കേട്ടോ. ഗ്യാസിന് ചൂട് കുറവാണെന്ന് തോന്നി. അപ്പോൾ അത് വിറകടുപ്പിലേക്ക് മാറ്റി. വിറകടുപ്പിലേക്ക് മാറ്റി നല്ലപോലെ ഇളക്കി വേവിച്ച് ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിന് ചൂട് കുറവാണെന്ന് തോന്നി. അതുകൊണ്ടാണ് വീണ്ടും വിറകടുപ്പിലേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള അരി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരിയൊക്കെ വെന്ത് വാങ്ങിയപ്പോൾ അടുപ്പത്തേക്ക് നമ്മൾ ഈ ഉരുളി അങ്ങോട്ട് മാറ്റി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചിക്കൻ വീണ്ടും മറ്റേ വറുകടുപ്പിലേക്ക് മാറ്റി നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് മല്ലിയിലയും കൂടിയിട്ട് ഗർണിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും തൈര് സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി, തിരക്കിലായിരുന്നു. വിറകടുപ്പിലേക്ക് മാറ്റി എല്ലാം പാകമാക്കി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.